ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ബിജെപിക്ക് കേരളത്തിൽ ജില്ലകൾ 30 പാർട്ടി ഭാഷയിൽ സംഘടനാ ജില്ലകൾ. 30 ജില്ലകൾക്കും പുതിയ അധ്യക്ഷന്മാരെ നിശ്ചയിക്കുമ്പോഴാണ് പാർട്ടിയിൽ പൊട്ടിത്തെറി തുടങ്ങുന്നത്. യുവത്വത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അധ്യക്ഷന്മാരെ നിശ്ചയിച്ചപ്പോൾ ഗ്രൂപ്പുകൾ പൊളിയുകയാണ്. സുരേന്ദ്രൻ പക്ഷമെന്നോ കൃഷ്ണദാസ് പക്ഷമെന്നോ പറയാനാകാത്ത അധ്യക്ഷന്മാർ. തീരുമാനമങ്ങ് കേന്ദ്രത്തിൽ നിന്നാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ കിട്ടിയവരും പുറത്താണ്. ഔദ്യോഗിക നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കുമ്പോൾ പലയിടത്തും മുതിർന്ന നേതാക്കൾ വിട്ടുനിന്നിരിക്കുന്നു. പത്തനംതിട്ട, തിരുവനന്തപുരം സൗത്ത്, ഇടുക്കി സൗത്ത് എന്നിവിടങ്ങളിൽ പ്രകടമായ തർക്കങ്ങളുണ്ടായി. അങ്ങനെ നിൽക്കുമ്പോഴാണ് ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലത്തിൽ ശക്തി കേന്ദ്രത്തിൽ പാളയത്തിൽ പട കണ്ടിരിക്കുന്നത്. പാലക്കാട് ഇന്ന് യാക്കരയിൽ ചേർന്ന വിമതയോഗത്തിൽ പങ്കെടുത്തവർ ചില്ലറക്കാരല്ല. നഗരസഭാ അധ്യക്ഷയും വൈസ് ചെയർമാൻ ഇ കൃഷ്ണദാസും ദേശീയ കൌൺസിൽ അംഗം എൻ ശിവരാജനുമടക്കം 80ഓളം പേരാണ് വിമതയോഗത്തിൽ എത്തിയത്. നഗരസഭയിലെ 7 കൌൺസിലർമാർ പങ്കെടുത്ത യോഗം രാജ്യ തീരുമാനത്തിലേക്ക് എത്തുകയാണ്. പാർട്ടി വിട്ട് കോൺഗ്രസിൽ പോയ സന്ദീപ് വാര്യർ കൌൺസിലർമാരെ വലിക്കാൻ ചരടുവലി തുടങ്ങിയിരിക്കുന്നു. RSSന്റെ പ്രതിനിധി പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനായാൽ നഗരസഭാ ഭരണം വീഴുമോ? പൊട്ടിത്തെറിച്ച് പുറത്തേക്കോ? ബിജെപിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോവുകയും ചെയ്തിരിക്കുന്ന AK നസീർ ചർച്ചയിലുണ്ട്. മാധ്യമ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനായ ജോർജ് പൊടിപ്പാറ, അതോടൊപ്പം രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത്ത് പണിക്കർ, TK ശശികുമാർ BJP പ്രതിനിധിയാണ്. BJP അനുഭാവിയല്ല, BJP പ്രതിനിധി തന്നെയാണ്. TK ശശികുമാറും ചർച്ചയിലുണ്ട്. ആദ്യം ഞാൻ AK നസീറിലേക്ക് പോകുന്നു. നസീർ, ഇപ്പോൾ BJPയിൽ സംസ്ഥാന നേതൃത്വത്തിൽ അഴിച്ചുപണി വരുമ്പോൾ പുതിയ രീതിയിലാണ് അഴിച്ചുപണി. 30 ജില്ലകൾ ആയിട്ട് തിരിച്ചുകൊണ്ട് ഒരു ജില്ലയിൽ തന്നെ 2 അധ്യക്ഷന്മാരെ നിശ്ചയിച്ചുകൊണ്ട് ജില്ലയെ 2ആയി തിരിച്ചുകൊണ്ടൊക്കെയാണ് വിഭജനം ഉണ്ടാകുന്നത്. അപ്പോൾ പാർട്ടിയെ കൂടുതൽ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ച് ഇടത്തേക്ക് ഒരു നേതാവിന് ചുമതല കൊടുത്തുകൊണ്ട് പാർട്ടിയെ വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ് ഈ പരിഷ്കാരം കൊണ്ടുവരുന്നത്. പക്ഷേ ആ പരിഷ്കാരം തിരിച്ചടിയാവുകയാണോ? ഇന്നിപ്പോൾ പാലക്കാട് കണ്ടിരിക്കുന്ന കാഴ്ച അതൊരു തുടർച്ചയാകുമോ? അല്ല, അത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സംഘടന തെരഞ്ഞെടുപ്പ് കൂടുതൽ വികേന്ദ്രീകരണം കൊണ്ടുവരുന്നത് ഏത് സംഘടനയ്ക്കും ഗുണകരമായിരിക്കും. പക്ഷേ ഇതിപ്പോൾ 14 ജില്ല 30 ജില്ലയാക്കി മാറ്റിക്കൊണ്ട് സംഘടനാപരമായി നല്ല ശക്തമായ രീതിയിലുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും ഒരുപക്ഷെ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ കേരളത്തിൽ BJP പ്രവർത്തകർ തന്നെയാണ് KJP എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത്. അതല്ല LDF UDF ഒന്നുമല്ല. എന്തുകൊണ്ട് KJP എന്ന് പറഞ്ഞ് BJP പ്രവർത്തകർ ആക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സാധാരണ ഈ രാജ്യത്ത് BJP പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരുന്ന നേതാക്കന്മാരെ, അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്ന നേതാക്കന്മാരെ അവരുദ്ദേശിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ പലപ്പോഴും BJPക്ക് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് BJPയുടെ വലിയ ഒരു ദൂഷ്യമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അതിപ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ മാത്രമല്ല, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിലാണെങ്കിലും ഒക്കെ BJP അവിടുത്തെ ഒരു കോർ കമ്മിറ്റി അല്ലെങ്കിൽ സംഘടനാപരമായി ആ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിക്കുന്ന ആ കോർ കമ്മിറ്റി അവർ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളിൽ 90% ആളുകളും ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വത്തിലേക്കോ അല്ലെങ്കിൽ ഭാരവാഹിത്വത്തിലേക്കോ കടന്നു വരാറില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇന്നത്തെ മാത്രം വിഷയമല്ല, കാലങ്ങളായി. ഞാനിപ്പോൾ 2014 മുതൽ BJPയിലുള്ളതാണ്. അപ്പോൾ അന്ന് മുതൽ എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അപ്പോൾ അത്തരം അനുഭവങ്ങളിൽ യഥാർത്ഥത്തിൽ BJPയെ വളരെ ദുർബലമാക്കാൻ, അതായത് പ്രവർത്തകർ ആഗ്രഹിക്കുന്ന തരത്തിൽ BJPയെ കൊണ്ടുവരാൻ BJPയുടെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇത്രയും വലിയ പരാജയത്തിന് കാരണം. ഇത് പാലക്കാട് മാത്രമല്ല, ഇപ്പോൾ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ ഒരു വനിതയായിട്ട് ഒരു വനിത അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ അവർക്ക് കിട്ടിയ വോട്ട് ഇപ്പോൾ മാധ്യമപ്രവർത്തകർ എന്ന രീതിയിൽ സ്മൃതിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകും അവർക്ക് എത്ര വോട്ട് കിട്ടി. ഞാനിപ്പോൾ ഇവരൊക്കെ ആയിട്ട് പലപ്പോഴും മിക്കവാറും ആളുകളൊക്കെ ഞാനായിട്ട് പലപ്പോഴും ബന്ധപ്പെടാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ പലപ്പോഴും പറയുന്ന വേദനകൾ, നമ്മളൊരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിയുടെ സംഘടനാ ചിട്ട വെച്ചാൽ ആ ചിട്ടയിൽ നിന്നുകൊണ്ട് കൃത്യമായി പ്രവർത്തിക്കാൻ ഇവരെല്ലാവരും തയ്യാറായിരിക്കും. പക്ഷേ
പലപ്പോഴും അത് കഴിയുന്നില്ല. ഇപ്പോൾ ഒരു 10-30 പേര് കൂടിയിരിക്കുന്ന ഒരു കോർ കമ്മിറ്റി നിശ്ചയിക്കുന്ന ആളുകളിൽ 28 വോട്ട് കിട്ടിയ ആൾ പോലും ആ ജില്ലാ പ്രസിഡന്റോ അല്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്കോ വരാതെ പെട്ടെന്ന് മൂന്നാമതൊരാൾ കടന്നു വരുന്ന ഒരു സ്ഥിതിവിശേഷം BJP സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഗ്രൂപ്പ് മാത്രമല്ല, ഗ്രൂപ്പിന് അതീതമായിട്ട് സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി അത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന കാര്യങ്ങളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇതെല്ലാം ഒരു ദേശീയ നേതൃത്വം കൃത്യമായിട്ട് വീക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി ഇത് വിലയിരുത്തിക്കൊണ്ട് സാധാരണ ഈ പ്രവർത്തകരുടെ വേദനയും മനസ്സിലാക്കാൻ അവർ ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഈ വിഷയം ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ പരിഹരിക്കാനോ അവരുമായിട്ട് സാധാരണ പ്രവർത്തകരുമായി ഡിസ്കസ് ചെയ്യാനോ ഒരിക്കലും ദേശീയ നേതൃത്വം തയ്യാറായിട്ടില്ല. അവർ വരുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിമാർ അവരുമായിട്ട് സംസാരിച്ച് അവിടെ പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ അടിസ്ഥാനപരമായ അടിത്തട്ടിലുള്ള സാധാരണ BJP പ്രവർത്തകരുടെ വേദന എന്താണ് എന്ന് മനസ്സിലാക്കാനൊന്നും ഇവർ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ ഒരിക്കലും വളർന്നു വരാനുള്ള സാഹചര്യം വളരെ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. കാരണം BJP മറ്റ് വിഷയങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിന്നാൽ പോലും സംഘടനാപരമായിട്ട് പോലും BJPക്ക് വളർന്നു വരാൻ ഈ സംഘടനാ നേതൃത്വം അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സമീപകാലത്ത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ RSS ആണ് നേരിട്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ RSSന്റെ താല്പര്യമാണ് കേന്ദ്ര നേതൃത്വം പരിഗണിക്കുന്നത്. സാധാരണഗതിയിൽ സംസ്ഥാന നേതൃത്വം സുരേന്ദ്രൻ പക്ഷം അല്ലെങ്കിൽ കൃഷ്ണദാസ് പക്ഷം ഇവർക്കിടയിലെ ഭിന്നിപ്പ്, ഇവരുമായി ചേർന്ന് നിൽക്കുന്നവർ തമ്മിലുള്ള തർക്കം, ഈ നിലയ്ക്കാണ് വിവരങ്ങൾ പുറത്തേക്ക് വരാറ്. പക്ഷേ ഇപ്പോൾ ചിത്രം അങ്ങനെയല്ല. കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച പേരുകൾ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ പാലക്കാട് തന്നെ നോക്കൂ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ പക്ഷത്തുണ്ടായിരുന്ന ഓമനക്കുട്ടന് 34 വോട്ട് കിട്ടിയിരിക്കുന്നു. സ്മിതേഷ് എന്ന അടുത്ത വിഭാഗത്തിലെ വ്യക്തിക്ക് 31 വോട്ട് കിട്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടുന്നത് പ്രശാന്താണ്. അപ്പോൾ RSS ആണ് പ്രശാന്തിൻ്റെ പേര്, യുവ കാര്യവാഹക് പ്രശാന്തിനെ നിശ്ചയിക്കാൻ വേണ്ടി അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു എന്ന് കേൾക്കുന്നു. പല ജില്ലകളിലെയും സ്ഥിതി അതാണ്. ഇപ്പോൾ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ കോഴിക്കോട് പ്രധാനപ്പെട്ട ജില്ലയാണ്. അവിടെ സുരേന്ദ്രൻ്റെ ജില്ലയാണ്, അത് മുരളീധരൻ്റെ ജില്ലയാണ്, അവിടെ MT രമേശിൻ്റെ ജില്ല കൂടിയാണ്. അപ്പോൾ അവിടെ ഈ 3 നേതാക്കളുടെയും താല്പര്യങ്ങൾ ഒരു തരത്തിലും സ്വാധീനിക്കാത്ത പ്രകാശ് ബാബുവിനാണ് ചുമതല കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഈ ഗ്രൂപ്പുകൾ അങ്ങ് പൊളിയട്ടെ എന്ന ഉദ്ദേശത്തോടു കൂടി നടപ്പാക്കിയതാണോ ഈ കാര്യങ്ങൾ? ഇപ്പോൾ പാലക്കാട് ചിത്രത്തിലേക്ക് തന്നെ വരികയാണെങ്കിൽ, പാലക്കാട് നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുകയില്ല. പ്രധാനപ്പെട്ട നേതാക്കളല്ലേ ഇന്നത്തെ വിമത യോഗത്തിൽ പങ്കെടുത്തത്. എന്താണ് പാലക്കാട് കാര്യത്തിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു ശ്രീജിത്ത് പണിക്കർ? എന്ത് സംഭവിക്കും നാളെ? ശ്രീമതി സ്മൃതി, നമ്മൾ കേട്ടിരുന്നത് എന്താണ്? BJPയുടെ സംഘടനാതല തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നാണ്. അപ്പോൾ ആൾക്കാർ നേതാക്കന്മാരെ ഇലക്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലാതെ സെലക്ട് ചെയ്യുന്നു എന്ന രീതിയിലല്ല. അപ്പോൾ ഇതിൽ BJPയിലുള്ള, ഇതിൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള, അഭിപ്രായം പറയാനായിട്ട് യോഗ്യതയുള്ള ആൾക്കാർ, അവർ പറയുന്ന അതിൽ ആൾക്കാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന ആളിനെയാണ് ഒരു ജില്ലയുടെ അധ്യക്ഷനാക്കുന്നത് എങ്കിൽ, ഇപ്പോൾ ഒന്നിലധികം അധ്യക്ഷന്മാർ അവർക്ക് ഒരു ജില്ലയിൽ തന്നെയുണ്ട്. അപ്പോൾ അങ്ങനെ സംഘടനാ ജില്ലകൾ ഉണ്ടാക്കുകയും അതിലേക്ക് അധ്യക്ഷനാക്കുകയും ചെയ്യുന്നത് ആ രീതിയിലാണ് എങ്കിൽ അതിനാണ് ഇലക്ഷൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ അത് ഒരു സംഘടനയുടെ അഭിപ്രായത്തിൻ്റെ പേരിലേക്ക് ആരെയെങ്കിലും ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ പിന്നീട് അതിനെ ഇലക്ഷൻ എന്ന് വിളിക്കേണ്ടതില്ല, അതിനെ സെലക്ഷൻ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ സെലക്ഷൻ ആണ് BJP അല്ലെങ്കിൽ RSS ഈ വിഷയത്തിൽ ആഗ്രഹിക്കുന്നത് എങ്കിൽ അത് ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു രീതി അവിടെ ഉണ്ടാകേണ്ടെന്ന് ആവശ്യമില്ലായിരുന്നു. അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകേണ്ടതില്ലായിരുന്നു. RSS തീരുമാനിക്കുമെന്നോ അല്ലെങ്കിൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള വിഭാഗീയതകളും അല്ലെങ്കിൽ ഗ്രൂപ്പുകളും പാടില്ല, അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും എന്നും പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഇതുവരെ നമ്മൾ കേട്ടിരുന്ന വാക്കുകൾ, സംസ്ഥാന നേതാക്കളടക്കം ആവർത്തിച്ചു പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ സംഘടനാ തിരഞ്ഞെടുപ്പ് എന്നാണ്. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് എങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല കാര്യങ്ങൾ നടക്കേണ്ടത് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, പല പാർട്ടികളിലും ഇതേപോലെ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ട് എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളിനെ കൊണ്ടുവരിക, അതായത് ഒരു വിഭാഗത്തിനോടും പ്രത്യേകിച്ച് മമതയോ എതിർപ്പോ ഇല്ലാത്ത ഒരാളിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് സാധാരണ ചെയ്യുന്ന ഒരു സമവായത്തിൻ്റെ രീതി. അപ്പോൾ കേന്ദ്രത്തിൽ സംസ്ഥാനത്ത് തീർക്കാനാകാത്ത ഒരു പ്രശ്നത്തിനെ ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ, ജനറലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്ന് കേന്ദ്രം അതിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കുകയും എല്ലാവരുടെയും പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടാവണം എന്ന് പറയുകയും ചെയ്യുകയാണ്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആരൊക്കെയാണോ
ഇദ്ദേഹത്തിനോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നത്, ആരെയൊക്കെ നയിക്കുന്നതിനാണോ ഇദ്ദേഹം ചുമതലപ്പെട്ടിരിക്കുന്നത്, അതിൽ മുതിർന്ന അംഗങ്ങളെയെങ്കിലും ചുരുങ്ങിയത് വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ അത് ഏതെങ്കിലും ഒരു പാർട്ടി ചെയ്യണമെന്നല്ല, എല്ലാ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആൾക്കാരെ വിശ്വാസത്തിലെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. പ്രത്യേകിച്ച് പാലക്കാടിൽ നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പാലക്കാടിന്റെ പ്രത്യേകത, പാലക്കാട് BJPക്ക് ഭരണ തുടർച്ച കിട്ടിയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അതിനെ ഒരു മോഡൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് അടുത്ത ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസ് വരുന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്, കെട്ടുറപ്പുള്ള ഒരു സംഘടനാ സംവിധാനം ഞങ്ങൾക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ഥലത്തേക്കും പ്രചരണം നടത്തുക എന്നുള്ളതാണ് BJP ഈ ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സംഭവിക്കുന്നത് അവിടുത്തെ നഗരസഭ അധ്യക്ഷയ്ക്കടക്കം ദേശീയ കൗൺസിൽ അംഗത്തിനടക്കം BJPയുടെ സംസ്ഥാന ഖജാൻജിക്കടക്കം ഈ വിഷയത്തിൽ അതൃപ്തിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലേക്കുള്ള പല കാര്യങ്ങളുമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം, ഈ പാർട്ടി ഇപ്പൊ ഏതാനും നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ഉപതെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു പാഠവും ഉൾക്കൊണ്ടിട്ടില്ല, സംഘടനാപരമായിട്ട് BJP വളർന്നിട്ടില്ല എന്ന് മാത്രമാണ്. കാരണം ആ സമയത്തും പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ ഇതേ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശ്രീ ശിവരാജനും ഇതേ നഗരസഭാ അധ്യക്ഷയായിട്ടുള്ള ശ്രീമതി പ്രമീളയും അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരായിരുന്നു. അപ്പോൾ ആ സമയത്ത് BJPയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം അവിടെ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി അടക്കം കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഭാരി അടക്കം എല്ലാ ആൾക്കാരും പറഞ്ഞത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉള്ളത് എന്നതിനെപ്പറ്റി കൃത്യമായി മനസ്സിലാക്കി പഠിച്ച് ആവശ്യമായ നടപടികൾ, തിരുത്തലുകൾ ഒക്കെ തന്നെ വേണമെങ്കിൽ അത് ചെയ്യും എന്നാണ്. പക്ഷേ നാളെ ഇത്രയും കഴിഞ്ഞതിന് ശേഷവും ഈ ആൾക്കാരെ വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും എന്ത് തീരുമാനമാണോ അവരിലേക്ക് കൊണ്ടുവരുന്നത് ആ തീരുമാനം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്നുള്ള ഒരു തോന്നൽ ആൾക്കാരിൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതിൽ വിമർശിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള നിരീക്ഷകരോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രമല്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടിയിൽ തന്നെ ഉത്തരവാദിത്തമുള്ള ചുമതലകളിലുള്ള ദേശീയ ചുമതലകളിലുള്ള ആൾക്കാരാണ് ഇത് പറയുന്നത്. അപ്പോൾ ഈ പാർട്ടി സംഘടനാപരമായിട്ട് വളരുന്നില്ല എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം തന്നെ ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തിനെ പോലും ഉൾക്കൊള്ളാനായിട്ട് ഈ പാർട്ടിക്ക് കഴിയുന്നില്ല. ഒരുപക്ഷെ CPMൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJPക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് തന്നെ സംഘടനാപരമായിട്ടുള്ള വിമർശനത്തിനോട് യാതൊരു വിധത്തിലുള്ള സഹിഷ്ണുതയും BJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നും മറ്റുള്ള ആൾക്കാരുടെ ഭാഗത്ത് അത് ഉണ്ടാകുന്നു എന്നുമാണ്. ഇപ്പോൾ തന്നെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം നോക്കൂ. ഒരാളിനെ നിർദ്ദേശിച്ചിരിക്കുന്നു, ആ നിർദ്ദേശിച്ചിരിക്കുന്നത് അമിത്ഷായും നരേന്ദ്രമോദിയും കേന്ദ്ര നേതൃത്വവുമാണ്. അപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ അദ്ദേഹവുമായി യോജിച്ച് പ്രവർത്തിക്കുകയാണ്. ആൾക്കാർക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് പറയുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ആ ഒരു ബൈറ്റ് കേൾപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഒരു ഭീഷണിയാണ് എന്നാണ്. അങ്ങനെ ചേർന്ന് നിൽക്കാത്ത ആൾക്കാർ എല്ലാവരും തന്നെ പാർട്ടിക്ക് പുറത്താണ്, അല്ലെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്താണ് ശ്രീജിത്ത് പണിക്കർ? ഇപ്പോൾ പാലക്കാടിന്റെ കാര്യത്തിലാണല്ലോ ഇപ്പോൾ പറയുന്ന വിമതർ എന്ന് പറഞ്ഞ ഇന്ന് യോഗം ചേർന്നവരിൽ എല്ലാവരും അല്ലെങ്കിലും ഒരു വിഭാഗം നേതാക്കളെങ്കിലും ശോഭാ സുരേന്ദ്രനോട് അടുത്ത് നിൽക്കുന്നവരാണ്. മാത്രമല്ല പാലക്കാട് ജില്ലയിൽ BJP രണ്ട് തട്ടിൽ നിൽക്കുന്നു വിവിധ വിഷയങ്ങളിൽ. സമര വിഷയങ്ങളിൽ പോലും ബ്രൂവറി വിഷയത്തിൽ അവിടെ വലിയ സമരം നയിച്ച C കൃഷ്ണകുമാറിന്റെ സമരത്തെ അപ്രസക്തമാക്കിക്കൊണ്ടാണ് ശോഭാ സുരേന്ദ്രന്റെ വിഭാഗത്തിൽ നിന്നുള്ള ശിവരാജൻ പ്രതികരിച്ചത്. ബ്രൂവറിയിൽ സമരത്തിന്റെ ആവശ്യമില്ല, അത് ജനങ്ങൾക്ക് തൊഴിൽ നൽകുന്നെങ്കിൽ നൽകട്ടെ എന്ന രൂപത്തിൽ പ്രതികരിക്കുന്നത്. വെള്ളം നഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതൊരു സമരത്തിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം തൊട്ടടുത്ത ദിവസം പ്രതികരിക്കുന്നത്. ഈ നിലയ്ക്ക് BJPക്ക് ഒരു ഏകാഭിപ്രായമില്ലാത്ത ജില്ലയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ അവിടെ വ്യത്യസ്ത പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ, പിന്നീടുണ്ടായ പൊട്ടിത്തെറിയും നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ അതിന്റെ തുടർച്ചയായി പാലക്കാടിനെ കാണണമോ? അങ്ങനെയെങ്കിൽ നഗരസഭാ ഭരണം ഇത്രയും കാലം മേനി പറഞ്ഞിരുന്ന നഗരസഭാ ഭരണം അങ്ങ് നഷ്ടപ്പെടുകയല്ലേ? ഇന്നിപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞതുപോലെ പോകുന്നവർ പോട്ടെ എന്ന് പറഞ്ഞാൽ 80 പേരാണ് ഇന്നത്തെ വിമത യോഗത്തിൽ പങ്കെടുത്തത്. ചില്ലറ കണക്കല്ല. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളാണ് പങ്കെടുത്തിരിക്കുന്നത്. 7 കൗൺസിലർമാർ പോയി കഴിഞ്ഞാൽ നഗരസഭാ ഭരണം വീഴും, ഉറപ്പാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ കരുതുന്നത് ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് നിലപാടില്ലായ്മയാണ്. സംഘടനാപരമായിട്ട് BJP ഞാൻ പറഞ്ഞതുപോലെ വളർന്നിട്ടില്ല എന്നും വലിയൊരു തിരിച്ചടി കിട്ടിയപ്പോൾ അത് ചുരുങ്ങിയ നാളുകളാണ് കിട്ടിയിട്ടുള്ളത് എങ്കിൽ പോലും എന്തായിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് മനസ്സിലാക്കുന്നതിനോ അതിനെ റെക്ടിഫൈ ചെയ്യുന്നതിനോ ഈ വിവിധ നേതാക്കന്മാരെ വിശ്വാസത്തിലെടുക്കുന്നതിനോ അവർക്ക് ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇനി അങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല, നിരന്തരമായി ഇടഞ്ഞു തന്നെയാണ് നിൽക്കുന്നത് എങ്കിൽ സംഘടനാപരമായിട്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കാമായിരുന്നു. അങ്ങനെ നടപടി എടുക്കാത്തിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് പരിമിതമായിട്ട് അവർക്ക് അനുവദിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് അവർ പാർട്ടിയുടെ പല തീരുമാനങ്ങളെയും വിമർശിച്ചത് എന്ന മട്ടിൽ മാത്രമാണ്.
അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ നടപടിയെടുക്കത്തക്ക രീതിയിലത്തേക്കുള്ള പ്രതികരണം അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. എന്നാൽ അവർ പറഞ്ഞിരിക്കുന്ന വിമർശനത്തിനെ അതിനെ സ്നേഹപൂർവ്വം അല്ലെങ്കിൽ ഒരു ചർച്ചയുടെ ഭാഗമായിട്ടൊക്കെ തന്നെ അതിനെ ഉൾക്കൊള്ളാനായിട്ട് തയ്യാറാകുന്നില്ല. മറിച്ച് ഒരു കോൺഫ്ലിക്റ്റിംഗ് മോഡിലേക്ക് അത് പോവുകയും ഈ രീതിയിലത്തേക്കുള്ള ഭീഷണികൾ പറയുകയും ചെയ്തു എന്ന് വെച്ചാൽ സംഘടനാപരമായിട്ട് BJP വളർന്നിട്ടില്ല എന്ന് തന്നെയാണ്. അപ്പോൾ എന്താണ് BJP ഈ വിഷയത്തിൽ പറയുന്നത്? ഇലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വാഗ്ദാനം ചെയ്തതിന് ശേഷം ഇലക്ഷൻ അല്ല സെലക്ഷനാണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു സന്ദേശം പറഞ്ഞാൽ അതിനെ വിശ്വസിച്ച് പാർട്ടിയോട് കൂടെ നിൽക്കാനായിട്ട് മറ്റു പ്രവർത്തകരും നേതാക്കളും തയ്യാറാകണമെന്നാണ് എങ്കിൽ നിങ്ങൾ പറയുന്ന ജനാധിപത്യം ഈ പാർട്ടിയിൽ എവിടെയാണ് എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമല്ലേ? ഇപ്പൊ നമുക്ക് പറയാം, സമവായത്തിൽ കൂടിയാണ് ഞങ്ങളുടെ പാർട്ടി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത്. ഒരു പ്രശ്നവുമില്ല. കാരണം എതിർത്ത് പറയാനായിട്ട് ആളില്ല എന്നുള്ള ഒരു കാര്യമാണ് അവിടെ. പക്ഷേ മത്സരിക്കാനായിട്ട് പല ആൾക്കാരുള്ളപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ ഇലക്ഷനാണ് പ്രോമിസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതിന് ശേഷം ആ ഇലക്ഷൻ റിസൾട്ടിനനുസരിച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതാണ് ജനാധിപത്യപരമായിട്ടുള്ള കാര്യം. അതിന് മറിച്ച് ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്തേക്ക് അങ്ങനെ സെലക്ഷനാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. പക്ഷേ പാർട്ടിയുടെ താഴെ ഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കേണ്ടുന്ന ജില്ലാ അടിസ്ഥാനത്തിൽ ചുമതലകളുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് പോലും അവരിൽ വിശ്വാസമില്ലാത്ത രീതിയിലത്തേക്ക് അവരെയും സെലക്ട് ചെയ്യുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലത്തേക്കുള്ള അഭിപ്രായ പ്രകടനം ഒരു പാർട്ടിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പിൽ പാർട്ടി A ക്ലാസ് മണ്ഡലം എന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലത്ത് വലിയ തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഉണ്ടായതിനു ശേഷം ഉടൻ തന്നെ ആ ദിവസം തന്നെ പാർട്ടിയുടെ പല നടപടികൾക്കുമെതിരെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ അടക്കം പ്രസംഗിച്ചിരിക്കുന്ന ബൈറ്റുകൾ നൽകിയിരിക്കുന്ന മുതിർന്ന നേതാക്കന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ ഇനി അത് ഉണ്ടാകാൻ പാടില്ല എങ്കിൽ ഇവരോടെല്ലാം തന്നെ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുന്ന ഒരു ഡയലോഗ് എന്ന് പറയുന്ന ഒരു മാർഗത്തിനെ എന്തുകൊണ്ടാണ് BJP ഒഴിവാക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ആര് ഡയലോഗ് നടത്തുമെന്നൊരു വിഷയം കൂടി നിൽക്കുന്നല്ലോ. കാരണം സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ റോൾ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജോർജ് പൊടിപാറ, യുദ്ധം ആരോടാണ് എന്ന് ചോദിച്ചാൽ വിമതരുടെ യുദ്ധം കേന്ദ്ര നേതൃത്വത്തോടാണ് എന്ന് വേണം കരുതാൻ. കാരണം കേന്ദ്ര നേതൃത്വം അവിടെ തലപ്പത്ത് നിന്ന് തീരുമാനിക്കുകയാണ്. ഇവിടെ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലും ഇവിടെ ഇലക്ഷനല്ല സിലക്ഷനാണ്. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ പോലെ അതാണ് സംഭവിക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുപ്പിൽ നിൽക്കുന്നവരുടെ പേരുകളെല്ലാം വെട്ടിക്കൊണ്ട് ഈ പട്ടികയിൽ ഇല്ലാത്ത ഒരു പുതിയ പേര് ഉയർന്നു വരികയാണ്. പാലക്കാട് അതാണ് സംഭവിച്ചിരിക്കുന്നത്. പല ജില്ലകളിലും അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പാർട്ടിയെ വളർത്താൻ അത് സഹായിക്കുമോ? ഇവിടെ സംസ്ഥാന നേതൃത്വം ഇപ്പോൾ അതിശക്തമായി പ്രതികരിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ അതൊരു നിസ്സഹായതയിൽ നിന്നുള്ള പ്രതികരണമായിട്ടാണോ കാണേണ്ടത് സുരേന്ദ്രന്റെ പ്രതികരണത്തെ? സ്മൃതി, ഇതിനകത്തുള്ളൊരു പ്രശ്നം ഇതുവരെ കേന്ദ്ര നേതൃത്വം ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം ഇവിടെ ഈ പാർട്ടിക്കകത്തുള്ള ഉൾപ്പിരിവുകളാണ്. ഒരു വശത്ത് സുരേന്ദ്രൻ പക്ഷം അതിശക്തമായിട്ട് നിൽക്കുന്നു, മറുവശത്ത് കൃഷ്ണദാസ് പക്ഷോ അല്ലെങ്കിൽ MT രമേശ് പക്ഷം നിൽക്കുന്നു. ഈ രണ്ട് പക്ഷത്തിലും അല്ലാതെ ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന മറ്റൊരു വിഭാഗമുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എല്ലാ ഘട്ടത്തിലും പരസ്പരം ഭിന്നിച്ചും പരസ്പരം കലഹിച്ചും പരസ്പരം കാലുവാരിയും പാർട്ടിയുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വളരെ മോശമായ രീതിയിൽ ഈ കലഹം കാരണമാകുന്നുവെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിയുന്നുണ്ടാകും. അതുകൊണ്ടാണ് പുതിയൊരു രീതിയിൽ ഇവരാരും പറയാത്ത ഇവരുടെ ആരുടെയും നോമിനികളല്ലാത്ത പുതുതലമുറയിൽപ്പെട്ട ആളുകളെ ജില്ലാ പ്രസിഡന്റുമാരായിട്ട്, അതിപ്പോൾ നമുക്കറിയാം 14 ജില്ലകളിലേക്കായിട്ട് ഏതാണ്ട് 30 ജില്ലാ പ്രസിഡന്റുമാരെന്ന് പറയുമ്പോൾ ആ ജില്ലകളെ തന്നെ വിഭജിച്ച് എണ്ണം കൂട്ടി കുറേ കൂടി ഇഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഉള്ളൊരു സാഹചര്യവും കളവും ഒക്കെ ഒരുക്കിക്കൊണ്ടാണ് ദേശീയ നേതൃത്വം ഇത്തവണ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പക്ഷെ ഒരു കാര്യം ശരിയാണ്, തെരഞ്ഞെടുപ്പാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പായിരിക്കണം, അല്ലാതെ സെലക്ഷൻ ആവരുത്. ഇവിടെ ശ്രീജിത്ത് ചൂണ്ടിക്കാണിച്ച ആ ഒരു വിഷയം കറക്റ്റാണ്. കാരണം ഒരു വശത്ത് തെരഞ്ഞെടുപ്പെന്ന് പറയുകയും എന്നിട്ട് ആ തെരഞ്ഞെടുപ്പിൽ കോർ കമ്മിറ്റി യോഗത്തിലൊക്കെ അഭിപ്രായമാരായിരുന്നു, വോട്ട് നോക്കുന്നു. ഇപ്പം നമുക്കറിയാം ഓമനക്കുട്ടൻ 1-ാം സ്ഥാനത്ത് എത്തുന്നു, 2-ാം സ്ഥാനത്ത് മറ്റൊരാളെത്തുന്നു, 3-ാം സ്ഥാനത്ത് സാബു എത്തുന്നു എന്നൊക്കെയാണ് നമ്മൾ കണ്ടത്. അല്ലാത്ത പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന സ്മിതേഷാണ് 2-ാം സ്ഥാനത്ത് 31 വോട്ട്. അതെ അതെ. അപ്പോൾ അങ്ങേര് 2-ാം അതെ. അപ്പോൾ അങ്ങനെ വന്നിട്ടും സ്മിതേഷ് 2-ാം സ്ഥാനത്ത് എത്തുന്നു, 3-ാം സ്ഥാനത്ത് സാബു എത്തുന്നു. ഇവർ 3 പേർ, ഈ 2 പേരും കൗൺസിലർമാർ കൂടിയാണ്. എന്നിട്ട് സംഭവിച്ചതെന്താ? ഇപ്പോൾ അവർ 3 പേരും അല്ല, നമ്മൾ പോലും കാര്യമായിട്ട് കേൾക്കാത്ത ഒരു BJP നേതാവ് എന്നുള്ള നിലയ്ക്ക് പാലക്കാട് നമുക്ക് അത്രയൊന്നും പരിചിതനല്ലാത്ത, താരതമ്യേന വളരെ നവാഗതനായ 3-4 വർഷത്തെ മാത്രം BJPയിലെ അംഗത്വം എടുത്ത പരിചയസമ്പത്ത് മാത്രമുള്ള ഈ പ്രശാന്ത് ശിവൻ ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുമ്പോൾ എത്രയോ കാലങ്ങളുടെ അനുഭവ സമ്പത്തുള്ള എക്സ്പീരിയൻസുള്ള പലവിധ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളുകൾക്ക് അലോസരവും അസ്വസ്ഥതയും എതിർപ്പൊക്കെ ഉണ്ടാകുന്ന, പ്രതിഷേധം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ നടന്നിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഒരു ഇലക്ഷനല്ല, സെലക്ഷനാണ്. ആ സെലക്ഷനെ ഇവർ അംഗീകരിക്കുന്നില്ല. നമുക്കറിയാം പാലക്കാട് ഒരു പ്രത്യേക കേസാണ്.
പാലക്കാട് നേതൃത്വം ഒന്നും പഠിക്കുന്നില്ല എന്ന് വേണം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. എന്താണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്? അന്ന് പാലക്കാട്ട് നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട ദേശീയ കൗൺസിൽ അംഗം ശിവരാജനാകട്ടെ, അതുപോലെ തന്നെ പാർട്ടിയിലെ പ്രബലരായിട്ടുള്ള ജില്ലാ ഏക ട്രഷറർ കൃഷ്ണദാസ് ആവട്ടെ, സാബു ആകട്ടെ, ഈ പറഞ്ഞ സ്മിതേഷ് ആവട്ടെ, പിന്നെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരനാകട്ടെ, ഇവരെല്ലാവരും ആ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കരുത്, പകരം അവിടെ ഈ പറഞ്ഞ പോലെ വിജയസാധ്യത ഉള്ള ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്ന് അഭിപ്രായപ്പെടുകയും ശോഭാ സുരേന്ദ്രന് അനുകൂലമായ നിലപാടെടുക്കുകയും എന്തിന് നഗരസഭ ഓഫീസിന് മുമ്പിൽ കട്ടൗട്ട് വരെ വരികയും ചെയ്തു. പക്ഷേ അവസാനം ഈ പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ തീരുമാനിച്ച, അല്ലെങ്കിൽ സുരേന്ദ്രൻ്റെ സ്വാധീനത്തിൽ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ച സി കൃഷ്ണകുമാർ തന്നെ സ്ഥാനാർത്ഥിയായി. ഇവരെല്ലാം വളരെ കൃത്യമായി തന്നെ, അതിനിടയ്ക്ക് വേറെയും പൊട്ടിത്തെറി ഉണ്ടായി, നമുക്കറിയാം, വലിയ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ഒടുവിൽ ഇവരെല്ലാവരും കൂടി കാലുവാരി എന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ കഴിയും. അല്ലെങ്കിൽ 18,000 വോട്ടിന് ഒരു കാരണവശാലും അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിക്കാൻ പറ്റാത്തതാണ്. BJP അത്രത്തോളം വലിയൊരു പരാജയം പാലക്കാട് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം അറിയുന്നവർക്കൊക്കെ ഇത്തിരി അവിശ്വസനീയമായിരുന്നു. അത് അതിനകത്തെ പടലപിടക്കവും അതിനകത്തെ കാലുവാരലും അതിനകത്തെ ഗ്രൂപ്പിസവും പരസ്പരമുള്ള കുതികാൽ വെട്ടും കൊണ്ട് തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ ഇപ്പോൾ വീണ്ടും അതേ ചരിത്രം ആവർത്തിക്കുകയാണ്. നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷവും നേതൃത്വം ഒന്നും പഠിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവിടെയുള്ള നേതാക്കളുടെ, അവിടെയുള്ള അണികളുടെ, അവിടെയുള്ള BJP പ്രവർത്തകരുടെ, BJP അനുഭാവികളുടെ മനസ്സ് വായിക്കാനോ അതനുസരിച്ചൊരു തീരുമാനം എടുക്കാനോ കഴിയുന്നില്ല. കേവലം 35 വയസ്സേ ഉള്ളൂ ഈ പ്രശാന്ത് കൃഷ്ണൻ എന്ന് പറയുന്ന ആൾക്ക്. അവർ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ളവരെല്ലാം മറികടന്ന് അവിടെ ഭൂരിപക്ഷം വോട്ട് കിട്ടിയ ആളുകളെ 3 പേരെയും വെട്ടിക്കൊണ്ട് പ്രശാന്ത് കൃഷ്ണനെ അവിടെ BJPയുടെ ഈസ്റ്റ് ഇതിൻ്റെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ പറ്റുക? അവിടെ സന്ദീപ് വാര്യരെ പോലുള്ള ഒരു അവസരം കാത്തിരിക്കുകയാണ് ഈ അസംതൃപ്തരെ കൂടെ ചേർക്കാനും അവരുടെ അസംതൃപ്തി പാർട്ടിയിലെ പിളർപ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് സാധ്യമാക്കാനുമുള്ള എല്ലാ തന്ത്രങ്ങളും ഒരുക്കി, സ്വാധീനവും ഒരുക്കി അദ്ദേഹം വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്താണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ഇതിലൊരു പ്രധാന ചരടുവലി നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. സന്ദീപ് വാര്യർ ചില കൗൺസിലർമാരുമായി ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് സാബുവുമായി നല്ല ബന്ധമാണ് അദ്ദേഹത്തിന് നേരത്തെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്നറിയുന്നു. അങ്ങനെയെങ്കിൽ ഈ കൗൺസിലർമാർ അങ്ങോട്ട് UDFിലേക്ക് പോയാൽ നഗരസഭാ ഭരണം വീഴും. അത് 28-16 എന്ന രൂപത്തിൽ 28 BJP, UDF 16, CPIM 7, വെൽഫെയർ പാർട്ടി 1 എന്ന നിലയ്ക്കാണ് അവിടുത്തെ കക്ഷിനില. അപ്പോൾ ഇതിൽ നിന്നും 7 പേർ 6 പേർ പോയി കഴിഞ്ഞാൽ അപ്പുറത്ത് UDFന് ഭൂരിപക്ഷം കിട്ടും. അപ്പോൾ ഭരണം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ തീരുമാനത്തിലേക്ക് കൗൺസിലർമാർ പോകുമോ? എന്താണ് കരുതുന്നത്? അല്ല, പോകാതിരിക്കാം. അതൊരു പക്ഷേ അവർ പറയുന്ന കൺസേൺ എത്രത്തോളം സംസ്ഥാന നേതൃത്വം കാര്യമായിട്ട് എടുക്കുന്നുണ്ട് എന്നും അത് എത്രത്തോളം ദേശീയ നേതൃത്വത്തിനെ അറിയിക്കുന്നുണ്ട് എന്നതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഈ രീതിയിലത്തേക്കുള്ള ഒരു വിമത സ്വരം എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലത്തേക്ക് ഔദ്യോഗിക തീരുമാനത്തിന് വിരുദ്ധമായിട്ട് ആൾക്കാർ സംഘം ചേർന്ന് മീറ്റിംഗ് നടത്തുന്നു എന്ന രീതിയിലത്തേക്കൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഒരു മുന്നോട്ടൊരു സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകണമെന്നുണ്ട് എങ്കിൽ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും സാധിക്കണം. പക്ഷെ ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഈ തീരുമാനത്തിൽ മാറ്റമില്ല എന്നും ദേശീയ തീരുമാനം ഇത് തന്നെയാണ് എന്നും ഇതിനോട് പ്രതിഷേധിക്കുന്ന ആൾക്കാരുണ്ട് എങ്കിൽ അവർക്ക് പാർട്ടിയിൽ നിന്ന് പോവുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ സന്ദീപ് വാര്യർ പറഞ്ഞിരുന്ന അതേ ന്യായം ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞിരുന്ന ആത്മാഭിമാനം എന്നൊക്കെയുള്ള വാക്കുകളുണ്ടല്ലോ, ഇതിനെയെല്ലാം മുൻനിർത്തി ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പോകാൻ ഒരുപക്ഷെ ഈ വിമത സ്വരം ഉയർത്തുന്ന ആൾക്കാർ നിർബന്ധിതരായേക്കാം. അങ്ങനെ വരികയാണ് എങ്കിൽ BJPക്ക് അവിടെ ഭരണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറയുന്നത് ഈ തീരുമാനമെടുക്കുന്നത് സംസ്ഥാന നേതൃത്വമായിക്കോട്ടെ ദേശീയ നേതൃത്വമായിക്കോട്ടെ അതിൻ്റെ വരുംവരാഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചിന്തിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി അവർക്കുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സെലക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. ഇലക്ഷൻ ഇവിടെ നടക്കുന്നില്ല. അത് നടക്കുന്ന സമയത്ത് പോലും സെലക്ട് ചെയ്യുന്ന ആളിനെ ഒരു സമവായത്തിലൂടെ പൊതുസ്വീകാരനായിട്ടുള്ള ഒരാളിനെ എടുക്കുന്നതിന് പകരം ഒരാളിനെ അവരുടെ മുന്നിലേക്ക് എൻഫോഴ്സ് ചെയ്യുകയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു തീരുമാനം. പക്ഷേ ഒരു കാര്യമുണ്ട് ശ്രീജിത്ത്, ഇപ്പോൾ യുവാക്കൾക്ക് പ്രാധാന്യം 4 വനിതകളെ നിശ്ചയിച്ചിരിക്കുന്നു. ഈ വനിതകളൊക്കെ തന്നെ അവിടെ അത്രത്തോളം സ്വീകാര്യമാണോ എന്നുള്ളത് അറിയില്ല. പക്ഷേ അതൊരു നിലപാടാണല്ലോ, സ്ത്രീകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുക. അത് BJP അത് പടിപടിയായി നടപ്പാക്കുന്ന ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ 4 പേർക്ക്
യുവാക്കൾക്ക് ആ തരത്തിൽ അധ്യക്ഷ സ്ഥാനം നൽകുന്നു. അതുകൂടാതെ ബാക്കി എല്ലാവരും യുവാക്കളാണ്. ഇപ്പോൾ ഈ പ്രശാന്ത് ശിവന്റെ കേസ് എടുക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം 35 വയസ്സ്, നേരത്തെ 40 വയസ്സായിരുന്നു ജില്ലാ അധ്യക്ഷന്മാരുടെ പ്രായം കണക്കാക്കിയിരുന്നത്. അപ്പോൾ 35 വയസ്സ് പ്രായം ഒരു ചെറുപ്പക്കാർ വരട്ടെ, മുഴുവൻ ചെറുപ്പക്കാരെ ഏൽപ്പിക്കാം എന്നുള്ളതാണ്. ഈ പ്രശാന്ത് ശിവന് മറ്റു കാര്യം കൂടി ഉണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സജീവമായി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഈ യുവാക്കൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, വിദ്യാർത്ഥി പ്രമുഖായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള സ്വാധീനം, യുവാക്കൾക്കിടയിലുള്ള സ്വാധീനം, ഇതൊക്കെ തന്നെയും അവിടെ കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ യുവാക്കളെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു തലപ്പത്തൊരാൾ വരട്ടെ എന്ന് പാർട്ടി പുതുതായി ആലോചിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് ഇവിടെ മുഴുവൻ പേരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് സാധ്യമല്ല എന്ന കാര്യം വ്യക്തമാണ്. എന്നാൽ പോലും അങ്ങനെ ഒരു സതുദ്ദേശം ഉണ്ട് എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? അല്ല, ഒരുപക്ഷെ ഇതിൽ സതുദ്ദേശം തന്നെ ആയിരിക്കാം. അതായത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് ഒരുപക്ഷെ വളരെ കഴിവുള്ള ഒരു നേതാവ് തന്നെ ആയിരിക്കാം. ഒരുപക്ഷെ അവസരങ്ങൾ അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ നല്ല രീതിയിലത്തേക്ക് അദ്ദേഹം പെർഫോം ചെയ്യുകയും ചെയ്തേക്കാം. നമ്മളിപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജാതകം തയ്യാറാക്കുന്നതിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നുമില്ല. ഒരുപക്ഷെ അദ്ദേഹം നല്ല രീതിയിൽ പെർഫോം ചെയ്തേക്കാം. ഈ അസ്വാരസ്യങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ മാറ്റുന്നതിന് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തേക്കാം. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇനി യുവാക്കൾക്ക് ഇതിൻ്റെ ഒരു കടിഞ്ഞാൺ കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുക്കാനാണ് പാർട്ടിയുടെ തീരുമാനം. ആ തീരുമാനത്തിന് നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയാണ് വേണ്ടത് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞുകൊണ്ട് ഈ നേതാക്കന്മാരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഞാൻ പറഞ്ഞത്, ഒപ്പം നേരിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഈ മറ്റുള്ള ആൾക്കാരെല്ലാവരും. അങ്ങനെയുള്ള ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ താഴെ തട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ആൾക്കാരെല്ലാവരും തന്നെ ശരിയാണ്, കേന്ദ്ര നേതൃത്വത്തിൻ്റെ ടാക്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണിത്, അതിനോടൊപ്പം തന്നെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്നാണ് അവരുടെ അഭിപ്രായമെങ്കിൽ നിശ്ചയമായിട്ടും അത് അവർ സ്വീകരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഒരുപക്ഷെ ഒരു യുവ നേതാവിനെയാണ് വേണ്ടത് എങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന 34 വോട്ട് അല്ലെങ്കിൽ 31 വോട്ട് ഒക്കെ കിട്ടിയിരിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രായം എത്രയാണ്, അവരുടെ പ്രവൃത്തി പരിചയം എന്താണ്, ഇവരെയൊക്കെ തന്നെ ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാവുന്ന ആൾക്കാരായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ എല്ലാവരിലും ഈ പറയുന്ന യുവത്വം എന്ന് പറയുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ അല്ലല്ലോ, മറ്റു പല കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ ചേർന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ അപ്പോൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന 3 പേരുകൾ ഇതാണ്. ഈ പേരുകളിൽ ആരെ വേണമെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന രീതിയിലത്തേക്കുള്ള ഒരു ഓപ്ഷൻ ആൾക്കാരുടെ മുന്നിലേക്ക് വെച്ചിരുന്നുവെങ്കിൽ ഇത്രയും രീതിയിലത്തേക്കുള്ള ഒരു വയലന്റ് ആയിട്ടുള്ള പ്രതികരണം ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നില്ല. ഞാൻ കരുതുന്നത്, നിങ്ങൾക്ക് ഭരണമുള്ള ഒരു നഗരസഭ, അവിടെ ആൾക്കാർ വിമുഖത കാണിച്ചു കഴിഞ്ഞാൽ ആ ഭരണം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരിടം, അങ്ങനെയുള്ള ഒരിടം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം നമുക്ക് കൈക്കൊള്ളാം എന്ന രീതിയിലത്തേക്ക് ഡയറക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ഒരു യുവാവിനെ വെച്ച് കഴിഞ്ഞാൽ ഭരണം പോയാലും സാരമില്ല, നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം, ഒരു കടുംവെട്ട് തീരുമാനം, അത് ഒരു പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വമോ ദേശീയ നേതൃത്വമോ സ്വീകരിക്കുമോ എന്നെനിക്ക് വലിയ സംശയമുണ്ട്. അപ്പോൾ ഇത് മോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ പേര് പറയുന്നുണ്ട് എങ്കിലും ഈ തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത് മോദിയും അമിത്ഷായും തന്നെയാണ് എന്ന് ഇവിടെയുള്ള സംസ്ഥാനത്തുള്ള അല്ലെങ്കിൽ പാലക്കാട്ടുള്ള മറ്റ് നേതാക്കന്മാർ പോലും വിശ്വസിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. മോദിയും അമിത്ഷായും എടുത്ത തീരുമാനം തന്നെയാണിത് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല അവർ പ്രതികരിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ മറ്റുള്ള ആരുടെയെങ്കിലും സന്തോഷം ഈ വിഷയത്തിലുണ്ടോ? അങ്ങനെ സന്തോഷമുള്ള വ്യക്തികൾ എടുത്തിരിക്കുന്ന തീരുമാനമാണോ? ആ തീരുമാനം മറ്റുള്ള മുകളിലുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കാണിച്ച് അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷമാണോ ഇത് കൊണ്ടുവന്നിരിക്കുന്നത്? തുടങ്ങിയ തീരുമാനങ്ങളും കാര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതായി വരും. ശ്രീജിത്ത്, ഇപ്പോൾ മത്സരത്തിലുണ്ടായിരുന്ന ഓമനക്കുട്ടനും സ്മിതേഷുമാണല്ലോ. ഓമനക്കുട്ടനാണ് കെ സുരേന്ദ്രൻ വിഭാഗത്തിന്റെ പ്രതിനിധിയായി ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിനാണ് കൂടുതൽ വോട്ട് കിട്ടുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്ന ഈ പ്രശാന്ത് ശിവനോട് എതിർപ്പൊന്നുമില്ല കെ സുരേന്ദ്രന് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. ഈ 2 ഗ്രൂപ്പുകളിലും അങ്ങനെ ഗ്രൂപ്പുകളുടെ പ്രതിനിധിയാകാത്തവരാണ്. നമുക്ക് വിവിധ ജില്ലകളിലേക്ക് നോക്കിയാൽ അങ്ങനെയാണ് പ്രസിഡന്റുമാരെ നിശ്ചയിച്ചിരിക്കുന്നത്. അത് ഗുണം ചെയ്യുമോ അത്യധികമായി ദോഷം ചെയ്യുമോ എന്നൊരു വിഷയമുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊരു നിലപാടിലേക്ക് കെ സുരേന്ദ്രൻ എത്തുന്നുണ്ടോ എന്നുകൂടി സംശയമുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കട്ടെ, നടപ്പാക്കട്ടെ എന്ന രൂപത്തിലേക്ക് കൈയൊഴുകിയാണോ? ആ പ്രതികരണത്തിനെ അങ്ങനെ വായിക്കേണ്ടതുണ്ടോ? അല്ല, അത് ഡിബേറ്റബിൾ ആണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടേമും ഒരുപക്ഷെ ഈ ഒരു സമയത്ത് കഴിഞ്ഞതിന് ശേഷം മറ്റൊരാൾ ഒരുപക്ഷെ ദേശീയ സംസ്ഥാന നേതൃസ്ഥാനത്തേക്കൊക്കെ വന്നേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളോ നമ്മുടെ ഈ പസിലിൻ്റെ പല പീസുകളെല്ലാം വെച്ചതിന് ശേഷം അതെല്ലാം വീണ്ടും നമ്മളിങ്ങനെ ജമ്പിൾഡ് പീസാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം തന്നെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പൊസിഷനിലേക്ക് വീണ്ടും വരുന്ന ഒരാളിൻ്റെ ഉത്തരവാദിത്തം മാത്രമായി മാറും. ആ രീതിയിലത്തേക്ക് മറ്റൊരാളിൻ്റെ തലയിലേക്ക് കെട്ടിവെച്ചേച്ച് പോകുന്ന ഒരു രീതി ഒരു നേതാവും അവലംബിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് സംഘടനയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും. അപ്പോൾ ഒരു നേതാവ് ഇപ്പോൾ ഗ്രേസ്ഫുള്ളി എക്സിറ്റ് ചെയ്യാനാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യമെങ്കിൽ പോലും
ഇവിടെ ചെയ്യേണ്ടത് പാലക്കാടുമായി ചേർന്ന് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വരുന്ന കുറേയധികം വിവാദപരമായിട്ടുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങളുണ്ട്, നയപരമായിട്ട് നേരത്തെ ബ്രൂവറിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നയപരമായിട്ടുള്ള തീരുമാനമുണ്ട്, സംഘടനാപരമായിട്ടുള്ള തീരുമാനങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷം ഒരു ഗ്രേസ്ഫുൾ എക്സിറ്റ് ആണ് എനിക്ക് വേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ഒരു പാർട്ടിക്ക് കൂടുതലായിട്ട് ഗുണം ചെയ്യുക. ഒരുപക്ഷെ ആ രീതിയിലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടായേക്കാം, നമുക്കറിയില്ല. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡയറക്ഷൻ പാർട്ടി ഉണ്ടാക്കുകയും യുവാക്കൾക്ക് നമ്മൾ കടിഞ്ഞാൻ കൊടുക്കുകയാണ് എന്നും പറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ മത്സരിക്കാൻ തന്നെ യുവാക്കൾ മാത്രമായിട്ട് വരുമായിരുന്നല്ലോ. ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് എല്ലാം തന്നെ യുവാക്കളായിട്ടുള്ള ആൾക്കാരല്ല മത്സരിക്കുന്നത്. അപ്പൊ ഇത്ര പ്രായത്തിന് മുകളിലുള്ള അല്ലെങ്കിൽ ഇത്ര പ്രായത്തിൽ താഴെയുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ ഇനി പരിഗണിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ തമ്മിൽ ആരോഗ്യകരമായിട്ടുള്ള ഒരു മത്സരം നടന്ന് അതിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളിനെ തെരഞ്ഞെടുത്താൽ ഈ പ്രശ്നം തീരുമായിരുന്നല്ലോ. അപ്പോൾ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നും ഈ പറഞ്ഞ ഇലക്ഷൻ പ്രോമിസ് ചെയ്തതിന് ശേഷം സെലക്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് യഥാർത്ഥ ഉത്തരവാദി ആര് എന്നുള്ള ചോദ്യം വരുമ്പോൾ ഇവിടെ RSSന് BJPയിൽ ഒരു പ്രതിനിധി ഉണ്ടായിരുന്നല്ലോ സാധാരണഗതിയിൽ സംഘടനാ സെക്രട്ടറി പോസ്റ്റിലേക്ക്, അല്ലെങ്കിൽ ഓർഗനൈസിംഗ് സെക്രട്ടറി എന്നതാണ് ആ പോസ്റ്റിൽ പറയുന്ന പേര്. പക്ഷേ കഴിഞ്ഞ 6-7 മാസമായി ആ സ്ഥാനത്ത് ഇപ്പോൾ ആരുമില്ല എന്നൊരു സാഹചര്യമുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നവർ തിരിച്ചു പോയിരിക്കുന്നു. നേരത്തെ പല പേരുകളും ആ നിലയിൽ ഉണ്ടായിരുന്നല്ലോ. K. സുഭാഷ്, M. ഗണേഷ്, ഉമാകാന്തൻ, അങ്ങനെ പല പേരുകളും. ഇപ്പോൾ 6-7 മാസമായി ആ സ്ഥാനത്തേക്ക് ആരുമില്ല. അപ്പോൾ RSS ഇവിടെ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ സംസ്ഥാന നേതൃത്വം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ട് ഒരു പിണക്കം അതിൻ്റെ ഭാഗമായി ആ പ്രതിനിധി തന്നെ ഇല്ലാതാകുന്നു. അതിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നതാണ് ഈ പരിഷ്കാരങ്ങൾ എന്ന് കാണേണ്ടി വരുമോ? അല്ല, അങ്ങനെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത് കേരളത്തിൽ മാത്രം സംഭവിച്ച ഒരു പ്രത്യേകതയുമല്ല. മറ്റു പല സംസ്ഥാനങ്ങളിലും BJPക്ക് സംഘടനാ ജനറൽ സെക്രട്ടറിയെ നൽകിയിരുന്ന RSS അവരെ ഒക്കെ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പല സ്ഥലങ്ങളിലും. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ശ്രീ സുഭാഷ് കണ്ണോത്താണ് നേരത്തെ ആ സ്ഥാനത്തുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ പ്രവർത്തിച്ചു വരികയായിരുന്നു. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ RSSന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥാനത്തുണ്ടായിരുന്ന ആളിനെ അവർ റീപ്ലേസ് ചെയ്യുന്നു. റീപ്ലേസ് ചെയ്യുകയല്ല, പിൻവലിക്കുന്നു. പകരം റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഇതുവരെ അവിടെ ഉണ്ടായിട്ടുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര തലത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ RSSും BJPയും തമ്മിലുള്ള ബന്ധം അത്രത്തോളം സുദൃഢമല്ല. നമ്മൾ മഹാരാഷ്ട്രയിൽ യോജിച്ച് പ്രവർത്തിക്കുന്നത് കണ്ടു, പക്ഷേ ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം നമ്മളത് കണ്ടതുമല്ല. അപ്പോൾ ഇതിനൊരു ലാർജറായിട്ട് ഒരുപക്ഷെ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ള ചുമതലയിലേക്ക് വെക്കേണ്ടുന്ന കാര്യങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഞാൻ കരുതുന്നത് പാലക്കാടുള്ളത് കേവലം അങ്ങനെയുള്ള RSSന്റെ മാത്രമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അവിടെ സംഘടനാപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് കുറേ കാലമായിട്ടുണ്ട്. ഇന്ന് പല മാധ്യമങ്ങളും ഇതൊരു പൊട്ടിത്തെറിയാണ് എന്ന മട്ടിലാണ് അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ആ പൊട്ടിത്തെറി എന്ന് പറയുന്നത് നേരത്തെ തന്നെ നടന്നിരുന്നു. ആ പൊട്ടിത്തെറി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടോ അത് കൃത്യമായിട്ട് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും അവരുടെ കേന്ദ്രത്തിൽ നിന്നുള്ള പ്രഭാരിയും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് ആത്മാർത്ഥമായി പരിശ്രമിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ നേരത്തെ ഇങ്ങനെ പരസ്യ പ്രതികരണം നടത്തിയിരുന്ന പ്രമീള എന്ന നേതാവ്, ശിവരാജൻ എന്ന നേതാവ്, ഈ ആൾക്കാർ ഈ സമയത്തും സമാനമായ രീതിയിലത്തേക്ക് പ്രതികരിക്കാനുള്ള ഒരു സാധ്യത ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അവരോട് കൃത്യമായി ആ ഒരു ഡയലോഗ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ അത് കാട്ടുന്നത് സംഘടനാ തലത്തിലുള്ള ദൗർബല്യമാണ്. അവിടെയാണ് ഒരുപക്ഷെ സംഘടനാ ജനറൽ സെക്രട്ടറി തന്നെ ഇപ്പോൾ ഈ പാർട്ടിക്ക് ഇല്ല കേരളത്തിൽ എന്നുള്ളതിന്റെ പ്രസക്തി. വളരെ നന്ദി ശ്രീ പണിക്കർ ചർച്ചയിൽ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് പങ്കുചേർന്നതിന്. ഞാൻ KB ശശികുമാറിലേക്ക്. ശശികുമാർ, ഇപ്പോൾ വിമതരായി നിൽക്കുകയാണെങ്കിൽ പാർട്ടിക്ക് പുറത്തേക്ക് എന്ന മുന്നറിയിപ്പ് എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ K. സുരേന്ദ്രൻ നൽകുന്നത്? അവർ 19 പേരോളം വരും. അങ്ങനെ വന്നാൽ നഗരസഭയുടെ ഭരണം തന്നെ നഷ്ടപ്പെടും. അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? കേൾക്കുന്നില്ല. ഹലോ, ക്ലിയർ ആകുന്നില്ല. ക്ലിയറായി ചോദ്യം കേട്ടില്ല. കേൾക്കാമോ? ഇപ്പോ കേൾക്കാമോ? കേൾക്കാം. നഗരസഭയുടെ ഭരണം നഷ്ടമാകുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ വിമതരുടെ പോക്ക്. അവരുടെ എണ്ണം വളരെ വലുതാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൗൺസിലർമാർ രാജിവെച്ചാൽ UDFിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഭരണം UDFിനാണ്. അപ്പോൾ പോകുന്നവർ പോകട്ടെ എന്ന് ഇന്ന് രൂക്ഷമായ ഭാഷയിലാണ് K. സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യാപരമായ തീരുമാനത്തിലേക്കാണോ പാർട്ടി പോകുന്നത്? പോകുന്നവർ പോകട്ടെ, നഗരസഭാ ഭരണവും പോകട്ടെ എന്നാണോ? ഇവിടെ ഓരോ സംഘടനാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും പല ആളുകൾക്കും അതൃപ്തി ഉണ്ടാകുന്നു. മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അതൃപ്തരായ ആളുകളെ വിളിച്ചു ചേർത്ത് അവരുടെ പ്രശ്നങ്ങളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ഓരോ സംഘടനാ തെരഞ്ഞെടുപ്പുകളും
ഓരോ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ നടത്തുന്നത്. പക്ഷേ BJP ഒരു കേഡർ സംവിധാനത്തിലാണ് പോകുന്നതെങ്കിലും 3 വർഷം കൂടുമ്പോൾ ഈ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത് BJP എന്ന രാഷ്ട്രീയ പാർട്ടിയോട് പ്രവർത്തകർക്ക് ഒരു വിരോധവുമില്ല, മറിച്ച് നേതാക്കന്മാർക്കുമല്ല വിരോധം. ഇതിൽ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ കയ്യിൽ ഇന്ന് BJP എത്തി എന്നതിൻ്റെ തെളിവാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിലെ തന്നെ സമുന്നതനായൊരു നേതാവ്, ജനസംഘം മുതൽ ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെച്ച N. ശിവരാജൻ എന്ന് പറയുന്ന വ്യക്തി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നൊരു വിമത യോഗം ചേരണമെങ്കിൽ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന വേദന അത്രത്തോളം വലുതാണ്. ശിവരാജൻ ഇടയ്ക്കിടയ്ക്ക് വിമത ശബ്ദം ഉയർത്താറുണ്ട്, പക്ഷേ ഈ കൃഷ്ണദാസ് അങ്ങനെയല്ല. ഈ കൃഷ്ണദാസിൽ നിന്നും ആദ്യമാണ് അങ്ങനെയൊന്നും കേൾക്കുന്നത്. ഈ കൃഷ്ണദാസ് ഒരു വിമത സ്വരം എല്ലാത്തിലും വേണം. നമ്മൾ ഒരു വിമർശനങ്ങൾക്ക് ആരും അതീതരല്ല എന്ന് പറയുന്നതല്ല ശരി. കാരണം നേരായ രീതിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് വിമർശനങ്ങൾ കൊണ്ടും വിമത സ്വരം കൊണ്ടും ഈ രാജ്യത്ത് നടപ്പിലാക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ ചെയ്യുന്നത്. നശിപ്പിക്കുന്നതല്ലാതെ പാർട്ടി നശിച്ചു BJPയിൽ ജനാധിപത്യം തകരുന്നു എന്നതിൻ്റെ തെളിവല്ലേ 2-3 തെരഞ്ഞെടുപ്പുകളായിട്ട് കാണുന്നത്. BJPക്ക് വോട്ട് ജയിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലങ്ങളിൽ BJP തോൽക്കുന്നു. എന്തുകൊണ്ടാണ് അതൊന്ന് പരിശോധിക്കണ്ടേ? ഈ പരിശോധന നമ്മൾ ആരോട് പറയുമെന്ന് സാധാ പ്രവർത്തകർക്ക് വളരെയേറെ വിഷമം തോന്നുകയാണ്. ആരോട് പറയാൻ? അതാണ് അവരുടെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഒറ്റപ്പാലത്തെ വിഷയം തന്നെ അതാണ്. 2 ജില്ലയായിട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പാലത്തെ വിഷയത്തിൽ ഒറ്റപ്പാലത്തെ ഒരു ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നു. ആ ജില്ലാ പ്രസിഡന്റിനെ കുറിച്ച് വ്യാപകമായ പരാതി നേതാക്കന്മാരല്ല, ഇവിടെ മറുവിഭാഗം വിമതരായിട്ടുള്ള നേതാക്കന്മാരല്ല പറഞ്ഞത്, പാർട്ടി പ്രവർത്തകരാണ് പറയുന്നത്. ആരാണ് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്? ആരാണ് ശരിയായ ദിശയിലേക്ക് കൊണ്ടുപോകേണ്ടത്? അപ്പോൾ പരാതി പറയാനും പരിഹാരങ്ങൾ കണ്ടെത്തുവാനും പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു നേതൃത്വം ഇല്ലായ്മ എന്നുള്ളത് തന്നെയാണ് ഓരോ സംഘടനാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയങ്ങളിലും പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ടാകുന്ന വിഷമം. കാരണം നേതാക്കന്മാർക്ക് അവരവരുടെ സ്ഥാനങ്ങൾ മാത്രമാണ് ഉദ്ദേശമെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് അതിനെ എത്രയോ വലുതാണ് പാർട്ടി. ഒരുപാട് പേരുടെ ജീവനും അവരുടെ കൈകാലുകൾ നഷ്ടപ്പെട്ട പ്രവർത്തകർ, സംഘപ്രവർത്തകർ. ഇപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് ജില്ലയിൽ തന്നെ ശ്രീനിവാസേട്ടൻ, ആ ശ്രീനിവാസേട്ടൻ്റെ ബലിദാനം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? അദ്ദേഹം ഏത് സംഘടനയിലാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തിച്ചത് കൊണ്ട് ജിഹാദികൾ കൊന്നതാണ്. ആ ജിഹാദിയെ അതേപോലെയുള്ള ജിഹാദികളുടെ കൂടെ നടക്കുന്ന ഒരാളെ വേണ്ട എന്നാണ് ഒറ്റപ്പാലത്തെ പാർട്ടി പ്രവർത്തകർ കുറേ ദിവസങ്ങളായി സംഘടനയുടെ നേതൃത്വത്തിലെ ആളുകളെ വിവരം പറയുന്നത്. ആര് ചെവി കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ വിഷയങ്ങൾ. അപ്പോൾ ഈ ഒറ്റപ്പാലത്തെ വിഷയം എന്ന് പറയുന്നതും പാലക്കാട് വിഷയം എന്ന് പറയുന്നതും രണ്ടും 2 തരത്തിലാണ്. പാലക്കാട് എത്രയോ സമുന്നതരായ നേതാക്കന്മാരുണ്ട്. BJPയുടെ ജില്ലാ പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചത്, അല്ലാതെ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമാരെയും സ്റ്റേറ്റ് പ്രസിഡന്റുമാരെയും അല്ല പ്രഖ്യാപിക്കുന്നത്. കാലങ്ങളായി BJPക്ക് ഒരു കൃത്യമായ രീതിയിലുള്ള ഒരു അജണ്ട വെച്ചുകൊണ്ട് ജനസംഘം മുതൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം. ആ രാഷ്ട്രീയ പ്രസ്ഥാനം NDF-യുമായി ബന്ധമുണ്ട്, SDPI-യുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന നേതാവാണോ ഇപ്പോൾ? SDPI-യുമായി ബന്ധമുണ്ട് എന്ന് കരുതുന്ന നേതാവിനെയാണോ ഒറ്റപ്പാലത്ത് തിരഞ്ഞെടുത്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം ഏത് ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ഈ പറയുന്ന ഈ ഗ്രൂപ്പുകളിൽ നിന്നും പെടാത്തവരെയാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നതെന്നാണോ പുറത്തേക്ക് വരുന്ന വിവരം? മാത്രമല്ല RSS നിർദ്ദേശിക്കുന്ന പേരാണെന്ന് പറയുന്നു. അപ്പോൾ ശ്രീനിവാസൻ വധക്കേസിലെ പ്രതികളുമായി ബന്ധമുള്ള ആരെങ്കിലും RSS നിർദ്ദേശിക്കുമോ? RSS നിർദ്ദേശിച്ചു എന്നുള്ളത് ചാനലുകാർക്കും പത്രമാധ്യമങ്ങൾക്ക് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയാം. ഇതിൽ അല്ല, ശ്രീ ശശികുമാർ, ഇപ്പോൾ പാലക്കാട് ചിത്രം നോക്കുകയാണെങ്കിൽ പാലക്കാട് ഓമനക്കുട്ടനാണല്ലോ കെ സുരേന്ദ്രൻ വിഭാഗത്തിലുള്ളത്, കൃഷ്ണദാസ് പക്ഷത്തു നിന്ന് സ്മിതേഷുമാണ്. അപ്പോൾ പിന്നെ ഈ 2ലും പെടാത്ത ഒരാളാണ് അവിടെ പ്രസിഡന്റായി ഇപ്പോൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നതാണ് ഈ പേര്? ഇത് സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമേ പ്രശാന്ത് ശിവന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു. അതിൽ ഓമനക്കുട്ടൻ എന്ന് പറയുന്ന വ്യക്തി അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചതാണ്. പിന്നെ ഓമനക്കുട്ടനിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ പ്രശാന്ത് ശിവന്റെ പേര് ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ആദ്യം പ്രശാന്ത് ശിവൻ തന്നെ പറയുന്നത്, അതായത് സംസ്ഥാന നേതാവിന് ആരാണോ ഏറ്റവും അടുപ്പക്കാരുള്ളത് വെച്ചാൽ ആ ആളുകളെ കൊണ്ടുവന്ന് അവരുടെ കീ പോസ്റ്റിൽ ഇരുത്തുക, അതിലൂടെ പാർട്ടി തൻ്റെ കൈവശം വെക്കുക എന്ന് പറയുന്നതാണ്. ആ രീതിയിലേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പ് ഒരു രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് BJPക്കൊന്നും ഒരിക്കലും ബലവത്താകുന്ന രീതിയിലേക്കുള്ള പോക്കല്ല പോകുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ BJP വളരാൻ സാഹചര്യമുള്ള പാലക്കാട് ജില്ലയിൽ എന്നാണ് ശശികുമാർ പറയുന്നത്.
ഇപ്പോൾ ഇവിടെ വിമതർ സ്വരമുയർത്തിയിരിക്കുന്ന ആർക്കെതിരെയാണ് യഥാർത്ഥത്തിൽ? നിലവിലുള്ള സംസ്ഥാന നേതൃത്വത്തിന് റോൾ ഇല്ലാത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പാണ്. നേതൃത്വം തന്നെയാണ്. സംസ്ഥാന നേതൃത്വത്തിന് ഇതിൽ എന്താണ് റോള് എന്ന് പറയാമോ? അവർക്ക് താല്പര്യമുള്ളവരെ കൃത്യമായി തെരഞ്ഞെടുത്തിട്ടില്ല. 12 കൊല്ലമായിട്ട് ഞാൻ ചുരുക്കം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. സംഘടനാ നേതൃത്വം എന്ന് പറയുന്നത് 12 വർഷമായിട്ട് ഈ കൈകളിലാണ്, ഈ ഒരു വിഭാഗത്തിൻ്റെ കൈകളിലാണ്. അവർ നിർദ്ദേശിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാർ, അവർ നിർദ്ദേശിക്കുന്ന മണ്ഡലം പ്രസിഡന്റുമാർ, അവർ നിശ്ചയിച്ചിരിക്കുന്ന ഏരിയ കമ്മിറ്റി പ്രസിഡന്റുമാർ, അങ്ങനെ സംഘടനാ സംവിധാനത്തിലെ കീ പോസ്റ്റുകളിലെല്ലാം വോട്ടിംഗ് പവറുള്ള ജില്ലാ മുതലുള്ള എല്ലാ താഴെ തട്ടിലുള്ള നേതാക്കന്മാരും എല്ലാം ഇവർ നിശ്ചയിച്ച ആളുകളാണ്. അപ്പോൾ ഇവർ പറയുന്ന വോട്ടിംഗ് പാറ്റേണിലേക്കാണ് വോട്ടിംഗ് എല്ലാം നടക്കുന്നത്. അഭിപ്രായ സമന്വയ സർവേയാണ് നടക്കുന്നത് അവിടെ. ആ അഭിപ്രായ സർവേ സമന്വയം അതിൽ ഭരണാധികാരി കൊണ്ടുപോകുന്നു. ആ 2-3 പേര് കൊണ്ടുപോകുന്നു. സംസ്ഥാന കോർ കമ്മിറ്റിയിൽ അത് വെക്കുന്നു. സംസ്ഥാന കോർ കമ്മിറ്റി അത് കൃത്യമായ രീതിയിൽ 2 ആളുടെ പേരാക്കി ചുരുക്കിക്കൊണ്ട് ഡൽഹിയിലേക്ക് വിടുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ എങ്ങനെ ഇരുന്ന് പോയാലും ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്നുള്ള രീതിയിൽ സംസ്ഥാന പ്രസിഡന്റിൻ്റെ കയ്യിലല്ലേ ഇത് കിട്ടുക? അയാൾ മുഖാന്തരം തന്നെയല്ലേ ഇത് പോകുന്നത്. അപ്പം പിന്നെ അവർക്കതിന് യാതൊരു ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നത് ശരിയായ രീതിയാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എനിക്ക് മാത്രമല്ല, കേരളത്തിലെ സാധാരണക്കാരായ ഇവിടെ ഉള്ളപ്പോൾ ശശികുമാർ, കെ സുരേന്ദ്രൻ ഇപ്പോൾ ഇനി കുറച്ചു കാലം കൂടിയേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ആ കുറച്ചു കാലം ഈ ഭരണത്തിലുള്ള സമയത്ത് നഗരസഭയുടെ ഭരണം അങ്ങ് പോകട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിക്കുമോ? അങ്ങനെയെങ്കിൽ അതുകൊണ്ട് എന്താണ് നേട്ടം? പാർട്ടി അവരുടെ കയ്യിൽ വീണ്ടും ഒരു 3 വർഷത്തേക്ക് നടക്കുകയല്ലേ. കെ സുരേന്ദ്രൻ്റെ കാലാവധി കഴിഞ്ഞു എന്ന് പറഞ്ഞാലും വീണ്ടും ഒരു 3 വർഷത്തേക്കുള്ള സംഘടനാ തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പുകളിൽ കൃത്യമായ രീതിയിൽ എല്ലാവരും ചാനൽ ചർച്ചകളിൽ പറയുന്ന ഒരു വാക്കുണ്ട്. കേരളത്തിൽ ഇന്ന് BJP എന്നതിനപ്പുറത്തേക്ക് KJP എന്നുള്ള ഒരു ലേബിളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ പ്രവർത്തകർക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യം തന്നെയാണ്. ഞങ്ങൾ ആദ്യം പ്രവർത്തിക്കുന്ന സമയത്ത് അവനവൻ്റെ കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ടാണ് ഓരോ പോസ്റ്റ് ഒട്ടിക്കാനും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തിരുന്നത്. എല്ലാ പ്രവർത്തകരും ഒരുമയോടുകൂടി ചെയ്തിരുന്നതാണ്. ഇന്ന് അങ്ങനെയല്ല സംഘടനാ സംവിധാനം. ഇന്ന് കൃത്യമായ രീതിയിൽ അവർക്ക് പണം കൊണ്ടുവരുന്നു, പോസ്റ്ററുകൾ കൊണ്ടുവരുന്നു, ഫ്ലെക്സുകൾ കൊണ്ടുവരുന്നു. ഇതൊന്നും എടുത്ത് വെക്കുക എന്ന് മാത്രമാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവിടേക്ക് കേരളം ഇന്നല്ലെങ്കിൽ നാളെ ഒരു BJP ഗവൺമെൻറ് വരണം എന്നുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേന്ദ്ര നേതൃത്വം കാണുന്നത്. പക്ഷേ കേന്ദ്രത്തിലെ നേതൃത്വം അങ്ങനെ കാണുമ്പോൾ കേരളത്തിലെ നേതൃത്വത്തിന് വോട്ട് വേണ്ട, നോട്ട് മതി എന്നൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അതാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ പേരിൽ ചിലപ്പോൾ നാളെ ഞാൻ സംഘടനയിൽ നിന്ന് പുറത്താവേണ്ടി വരും ഈ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട്. പക്ഷെ നമുക്ക് സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരണമെന്നോ അല്ലെങ്കിൽ സംഘടനയുടെ നേതാവാവണമെന്നോ യാതൊരു താല്പര്യമില്ലാത്തതുകൊണ്ട് സാധാരണ പ്രവർത്തകരുടെ ഒരു വികാരമാണ് ഞാൻ പറയുന്നത്. അത് പാലക്കാട് ജില്ലയിലാണെച്ചാലും ഒറ്റപ്പാലം വെസ്റ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നുണ്ട്. ഇവിടുത്തെ പ്രവർത്തകരുടെയും ഇതൊരു കൂട്ടായ പാലക്കാട് നാളെ ഉണ്ട്. ഇന്ന് നടന്നെങ്കിൽ നാളെ നടക്കാൻ പോകുന്നത് ഒറ്റപ്പാലത്ത് നടക്കുന്നത് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് നാളെ നടക്കും. അപ്പോൾ ഒരുപാട് അസംതൃപ്തരായ ഒരു കൂട്ടം പ്രവർത്തകർ, ആ പ്രവർത്തകരുടെ ഒരു വികാരവും ഇല്ലാത്ത രീതിയിലേക്ക്, അവരുടെ വാക്കുകൾ കേൾക്കാത്ത രീതിയിലേക്ക് ഒരു പാർട്ടിയുടെ കീ പോസ്റ്റിലേക്ക് ഒരാളെ കൊണ്ടുവന്ന് അവരോധിക്കുന്ന സമയത്ത് ഈ പാർട്ടി നല്ല രീതിയിൽ പോകുമെന്ന് തോന്നുന്നില്ല. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയുടെ ഒരു ചെറിയ കണക്ക് ഞാൻ പറയാം. ഒറ്റപ്പാലം മുനിസിപ്പാലിറ്റിയിൽ 36 വാർഡും 44 ബൂത്തും ഉണ്ട്. സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ BJPയുടെ ബയലോ പ്രകാരം 50-ൽ കുറയാത്ത പ്രവർത്തകർ വേണം ഒരു ബൂത്ത് കമ്മിറ്റിയിൽ. ആ ബൂത്ത് കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് BJP അത് കൃത്യമായ രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ബൂത്ത് കമ്മിറ്റിയായി അംഗീകരിക്കുള്ളൂ. ഇവിടെ എത്ര ബൂത്ത് കമ്മിറ്റികളുണ്ട്? ആ ബൂത്ത് കമ്മിറ്റികളൊക്കെ കടലാസിൽ എഴുതി കൂട്ടിയ കമ്മിറ്റികളാണ് ഈ ഇലക്ഷന് വേണ്ടിയിട്ട്. ഇത് അവരുടെ മുമ്പിൽ തെളിയിക്കാൻ നമുക്ക് 100 തെളിവുകളുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ ഇതിൻ്റെ മുകളിലുള്ള ആളുകൾ തയ്യാറല്ല. ഇത് പറയുന്നത് ഒരു നേതാവിനോട് കൃത്യമായ രീതിയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക, ഇന്ന നേതാവിനെ മാറ്റി നിർത്തണം, പുറത്താക്കണമെന്നല്ല പറയുന്നത്. കഴിവും പ്രാപ്തിയുമുള്ള, സംഘടനയെ ചലിപ്പിക്കാൻ കഴിവുള്ള, എന്നാൽ ഒരു കൃത്യമായ നിലപാടുള്ള ഒരു നേതാക്കൾ ഈ പാർട്ടിയിലേക്ക് വന്നാൽ മാത്രമാണ് ഇതിന്റെ ഒരു പ്രശ്നത്തിന് പരിഹാരം നയിക്കാൻ കഴിവുള്ള ഒരു നേതാവിന്റെ പേര് പറയൂ. ഒരുപാട് പേരുണ്ട്. ഞാൻ ഒരാളുടെ പേര് പറഞ്ഞാൽ അത് അയാളുടെ പക്ഷത്താണ് എന്ന് പറയും.
ഒട്ടനവധി പേരുകളുണ്ട്. ആർക്കാണ് ഇവിടെ കഴിവില്ലാത്ത ആളുകളുണ്ട്? ഒട്ടനവധി ആളുകളുണ്ട്, കഴിവും പ്രാപ്തിയുമുള്ള സംഘാടകരായ, വാഗ്മികളായ, സംഘടനയെ ഏത് രീതിയിൽ കൊണ്ടുപോകണം എത്തിക്കുന്ന ആളുകൾ. 18ാമത്തെ വയസ്സിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുകയുണ്ടായി, KP മണികണ്ഠനെ ഒരുപാട് കാലം മുന്നേ പുറത്താക്കിയതാണെന്ന്. 18 വയസ്സിൽ കൺവീനറായി പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹത്തെ നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് BJPക്ക് ഒറ്റപ്പാലത്ത് നല്ല രീതിയിലുള്ള വളർച്ചയുണ്ടായിട്ടുള്ളത്. അന്ന് സംഘവും BJPയും ഒരുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് കൃത്യമായ രീതിയിൽ പണിയെടുത്തുകൊണ്ടാണ് ഇന്ന് ഒറ്റപ്പാലം നഗരസഭയിൽ 9 കൗൺസിലർമാർ BJPക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം നഷ്ടപ്പെട്ടത് വെറും 100 വോട്ടുകൾക്കുള്ളില്ല. ഒരു വാർഡിൽ 5 വോട്ട്, ഒരു വാർഡിൽ 6 വോട്ട്, ഒരു വാർഡിൽ 12 വോട്ട്, ഒരു വാർഡിൽ 33 വോട്ട്, ഒരു വാർഡിൽ 43 വോട്ട്. മൊത്തം 100 വോട്ട് അല്ലെങ്കിൽ ഒറ്റപ്പാലം നഗരസഭ ഭരിക്കേണ്ടതാണ്. ആ 6 വോട്ടിന് തോറ്റ 30ാം വാർഡിൽ BJPക്ക് വിമത സ്ഥാനാർത്ഥിയായി ഒരു നോമിനേഷൻ എഴുതി കൊടുത്ത ആൾ ഇന്ന് പാർട്ടിക്കകത്തുണ്ട്, പാർട്ടിയുടെ സംഘടന ചുമതലയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം നേതൃത്വത്തിനോട് കൃത്യമായ രീതിയിൽ അറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും അയാൾ പാർട്ടിക്കുള്ളിലാണ്. പാർട്ടിക്ക് ഈ കാര്യം പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്ന് പാർട്ടിയിൽ സ്ഥാനമില്ലാതെ സാധാരണ പ്രവർത്തകരായി നിൽക്കുന്നുണ്ട്. എവിടെയാണ് BJPയിൽ ജനാധിപത്യമുള്ളത്? BJPയിൽ ജനാധിപത്യം ഇല്ല എന്നൊന്നും പറയില്ല, ജനാധിപത്യം ഉണ്ടായിരുന്നു. ഒരു 12 വർഷമായിട്ട് ഈ ജനാധിപത്യം കേരളത്തിൽ നടപ്പിലാക്കുന്നില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുന്നുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും BJP വളർന്നുകൊണ്ടിരിക്കുന്നു, കേരളത്തിൽ മാത്രം KJP ആയിട്ട് ഒതുങ്ങുകയാണ്. ശ്രീ നസീർ, ഇപ്പോൾ ശശികുമാർ ആവർത്തിച്ച് KJP എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയെ നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തിലാണോ ഇപ്പോൾ സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നത്? അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ മുന്നോട്ട് പോക്ക് സാധ്യവുമല്ലല്ലോ. ഇപ്പോൾ സുരേന്ദ്രൻ തുടർന്നേക്കും, സുരേന്ദ്രന് പകരം മറ്റു പേര് ഉടനെ ഇല്ല എന്നൊക്കെയുള്ള വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് മറ്റു ചില പേരുകളും ഇടയ്ക്ക് പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ ആ പേരുകളിലേക്ക് ഒരു തീരുമാനമായി വരാൻ ഇനിയും സമയമെടുക്കും. പക്ഷേ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പരിഷ്കാരങ്ങൾ എന്തെങ്കിലും സൂചന നൽകുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. ഞാൻ അതിനു മുമ്പായിട്ട് ആദ്യം ഇപ്പോൾ സ്മൃതി 2 പ്രാവശ്യം എടുത്ത് ഇത് പുതിയ ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തത് പൂർണ്ണമായിട്ടും കേന്ദ്രത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ചാണ് എന്ന വാദത്തോട് എനിക്ക് പൂർണ്ണമായും യോജിപ്പില്ല. കാരണം കേരളത്തെ സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വം കൊടുക്കുന്ന ഒരു ലിസ്റ്റ് അംഗീകരിക്കുന്ന നിലപാടാണ് എക്കാലത്തും കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഇവിടെ ഇത്തവണ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും സംസ്ഥാനത്തിൻ്റെ ലിസ്റ്റ് അനുസരിച്ചല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു വലിയ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ RSSനെ സംബന്ധിച്ച് നേരത്തെ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇപ്പം നിലവിൽ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിമാരില്ല. അപ്പോൾ ഈ സംഘടനാ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് പകരം ആരോ ഇത് നിരീക്ഷിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ആവശ്യമായ ഇടപെടലുകളൊക്കെ സുരേന്ദ്രന്റെ പക്ഷത്തു നിന്നും മറ്റു ഗ്രൂപ്പിന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. സംഘടന ഈ ഓർഗനൈസിംഗ് സെക്രട്ടറിക്ക് പകരം എന്ന് പറയുമ്പോൾ അത് RSS തന്നെയാകില്ലേ ആ നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവുക? ഈ 2 ഗ്രൂപ്പുകളെയും ഇടപെടലും സംഘടനയുടെ ഭാഗത്തു നിന്നുള്ള നേതാക്കന്മാരും അല്ല, ഈ ഗ്രൂപ്പുകളെ അപ്രസക്തമാക്കിയിട്ടല്ലേ പേരുകൾ വരുന്നത്? ഭാഗത്തുനിന്നുള്ള ചില നേതാക്കന്മാരുടെയും അല്ല, ഗ്രൂപ്പിനെ അപ്രസക്തമാക്കുന്നു എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ലല്ലോ. കേരളത്തിലെ ഇപ്പോൾ 27 ജില്ലാ അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തതിൽ പലതും ശക്തമായ വിഭാഗീയത നിലനിൽക്കുന്നു. എന്നെ ഒരു ഉദാഹരണം പറയട്ടെ നസീർ. ഇപ്പോൾ കോഴിക്കോട് കാര്യം നോക്കൂ, ഏറ്റവും വിഭാഗീയത ശക്തമായ സ്ഥലമാണല്ലോ, പ്രധാനപ്പെട്ട നേതാക്കളുടെ സ്ഥലമാണല്ലോ. അതാണ് എം ടി രമേശിന്റെ സ്ഥലം, അതാണ് V മുരളീധരന്റെ സ്ഥലം, അതാണ് K സുരേന്ദ്രന്റെ സ്ഥലം. ഈ സ്ഥലത്ത് വന്നിരിക്കുന്ന പ്രകാശ് ബാബു ഇതിൽ ആരുടെ ഗ്രൂപ്പിൽപ്പെട്ടതാണ്? ആരുടെയുമല്ല. പ്രകാശ് ബാബു ആരുടെയും ഗ്രൂപ്പിൽപ്പെട്ടത് അല്ല എന്ന് സ്മൃതിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ എന്നാണ് എന്റെ മനസ്സിലാക്കുക. പറ്റില്ല. പ്രകാശ് ബാബു ആരുടെയും ഒരു ഗ്രൂപ്പിൽപ്പെട്ടത് തന്നെയാണ്. കാരണം അത് പ്രകാശ് ബാബു ഒരു ഗ്രൂപ്പിലും ഇല്ല എന്ന് സ്മൃതി പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. പ്രകാശ് ബാബു ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേന്ദ്രത്തിൻ്റെ ഇതേപോലൊരു പുതിയൊരു നിയമം വന്നു. അതെന്താണ്? 45 വയസ്സ് കഴിയാത്ത താഴെയുള്ള ആളുകൾ കേരളത്തിലെ എല്ലാ മണ്ഡലം അധ്യക്ഷന്മാരാകണം. 55 വയസ്സിന് താഴെയുള്ള ആളുകൾ ജില്ലാ അധ്യക്ഷന്മാർ. അത് എപ്പോഴാണ് വന്നതെന്നറിയോ? സംഘടനാ തെരഞ്ഞെടുപ്പിന് 1 മാസം മുമ്പാണ് ഈ കേന്ദ്രത്തിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നെന്നും പറഞ്ഞ് സംസ്ഥാന നേതൃത്വം അറിയിക്കുന്നത്. ഇത് അറിയിച്ചിട്ട് ഈ നിയമം പ്രാബല്യത്തിലാക്കിയ ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്.
ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത് വെച്ചല്ല, പല സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഇതിനൊക്കെ വിരുദ്ധമായിട്ട് സാധാരണ പോലെ ഇലക്ഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ 55 വയസ്സ് എന്ന ഒരു ലൈൻ വെക്കുകയും അതിനപ്പുറത്തേക്ക് 60ഉം 62ഉം വയസ്സായ ആളുകളെ ജില്ലാധ്യക്ഷന്മാരാക്കിയിട്ടുണ്ട്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ചില നിയമങ്ങളെ നമ്മുടെ സംസ്ഥാന നേതൃത്വം അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സംഘടനാ സംവിധാനത്തെ പരിപൂർണമായി തകർക്കുന്ന നിലയിലേക്ക് ഗ്രൂപ്പിസം കേരളത്തിൽ വളർന്നിരിക്കുന്നു. ഇവിടെ സാധാരണ കേരളത്തിൽ BJPക്ക് ഇനി വളരാൻ കഴിയാത്ത വിധത്തിൽ പ്രവർത്തകർ മൊത്തം ഒരു വിരുദ്ധ ചേരിയിലേക്ക് മാറുകയാണ്. കാരണം കേരളത്തിലെ BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഇപ്പോൾ യുവാക്കളെ കൊണ്ടുവരണം, നല്ലൊരു കാര്യമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സംഘടനാപരമായിട്ട് 2ാം തരം 3ാം തരം നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരികയും പുതിയ നേതാക്കന്മാരെ പടിപടിയായി നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യാറുണ്ട്. പക്ഷേ കേരളത്തിൽ കൊണ്ടുവരുന്നപ്പോൾ യുവാക്കളെ കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. യുവാക്കൾ ഇവിടെ യുവമോർച്ചയുണ്ട്. യുവമോർച്ചയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഒഴിവാക്കിക്കൊണ്ട് പ്രത്യക്ഷത്തിൽ സംഘടനാപരമായി പ്രവർത്തിക്കാത്ത പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ ആ പാർട്ടിയിൽ കഴിഞ്ഞ 10ഉം 20ഉം 30ഉം വർഷം പണിയെടുക്കുന്ന ഈ സാധാരണ നേതൃത്വ നിരയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന നേതാക്കന്മാരും പ്രവർത്തകരെ സംബന്ധിച്ച് വേദനയുണ്ടാക്കുന്നതാണ്. ഇത് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും ഒക്കെ ഗുരുതരമായി BJPയെ ബാധിച്ചിരിക്കുന്നൊരു വിഷയം താണിത്. ഇത് നിരവധി ഭാഗത്തു നിന്ന് ഇതിനെതിരെ എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സുരേന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ വന്നല്ലോ. എന്ത് പരുഷമായിട്ടാണ് സുരേന്ദ്രൻ അതിനെ വിമർശിച്ചത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ വളരെ ഏറ്റവും ആധികാരികമായിട്ട് പറഞ്ഞാൽ കേരളത്തിൽ ശക്തമായി നിൽക്കുന്ന ഒരു ജില്ലയും ശക്തമായിരുന്ന ഒരു മുനിസിപ്പാലിറ്റിയുമാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. ഈ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ശിവരാജനൊക്കെ എനിക്ക് എത്രയോ കാലമായിട്ട് അറിയാം. അദ്ദേഹം പാലക്കാടിന് വേണ്ടി അവിടുത്തെ സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തനം നമുക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞു തീരാവുന്നതല്ല. അത്രയും നല്ല രീതിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമീളയും അടക്കമുള്ള അവിടുത്തെ കൗൺസിലർമാർ അവരുടെ വാക്കുകളെ ഒന്ന് ചർച്ച ചെയ്യാം എന്ന് പോലും പറയാത്ത വിധത്തിൽ ധാർഷ്ട്യത്തോടു കൂടി മാത്രമേ BJPയുടെ സംസ്ഥാന നേതാക്കന്മാർ BJPയുടെ പ്രവർത്തകരോട് സംസാരിച്ചിട്ടുള്ളൂ. ഒരിക്കൽ പോലും ഒരു പ്രശ്നമുണ്ടായാൽ അത് പരിഹരിക്കാമെന്നോ അല്ലെങ്കിൽ അതിന്റെ പരിഹാരം കണ്ടെത്താനോ അതിനോട് ചർച്ച ചെയ്യാനോ ഈ BJPയുടെ നേതൃത്വം തയ്യാറല്ല. എത്ര ഉന്നതനാണെങ്കിലും അവരൊരു അടിച്ചേൽപ്പിക്കുന്ന രാഷ്ട്രീയ നയമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. അതാണ് BJPയുടെ പരാജയത്തിന് കാരണവും BJPയിൽ അസ്വാരസ്യങ്ങൾ വർദ്ധിക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ശരി, അങ്ങനെയെങ്കിൽ ശ്രീ ജോർജ് പൊടിപാറ, എന്താണ് ഇതിന്റെ ആത്യന്തിക ഫലം? പാർട്ടി അങ്ങ് നശിപ്പിച്ചു കളയാമെന്ന് വിചാരിച്ച് പാർട്ടി പരിഷ്കാരം കൊണ്ടുവരുമോ? എന്താണ് നാളെ സംഭവിക്കാനിരിക്കുന്നത്? നഗരസഭാ ഭരണം നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? ഇപ്പോൾ കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ അത് കേട്ട് ഭയന്നോടുന്നവരാണോ ഈ വിമതർ? സ്മൃതി, ഇത് വളരെ ആത്മഹത്യാപരമായ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പാലക്കാട് എന്ന് പറയുന്നത് 2 തവണ തുടർച്ചയായിട്ട് BJP അധികാരത്തിൽ വന്ന സംസ്ഥാനത്തെ ഏക നഗരസഭ എന്നാണ് ഞാനിത് മനസ്സിലാക്കുന്നത്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം, സബ്ജക്റ്റ് ടു കറക്ഷനാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് 2 തവണ തുടർച്ചയായിട്ട് അധികാരത്തിൽ വന്ന സംസ്ഥാനത്തെ ഏക നഗരസഭയാണ് പാലക്കാട്. മാത്രമല്ല, ഈ പാലക്കാട് നഗരസഭ ഉൾക്കൊള്ളുന്ന പാലക്കാട് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടികയിലായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പ് വരെ. അങ്ങനെയുള്ളൊരു സ്ഥലത്താണ് ആ നിയോജക മണ്ഡലത്തിലെ BJPക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മേഖലയാണ് ഈ നഗരസഭ. ആ നഗരസഭയിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ മറുപക്ഷത്ത് നിന്നുകൊണ്ട് വിമത ഭീഷണി മുഴക്കുന്നതും യാക്കരയിൽ പ്രത്യേക യോഗം ചേർന്ന് ഞങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത് അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും എന്ന് പറയുന്നത്. അപ്പോൾ BJP എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ, ഈ വളരെ സീനിയറായിട്ടുള്ള, നേരത്തെ സ്മൃതി തന്നെ പറഞ്ഞു, ഇപ്പോൾ ശിവരാജനെ പോലുള്ള ആളുകൾ പലപ്പോഴും പരിധി വിട്ട് സംസാരിക്കാറുണ്ട്, ഭീഷണി മുഴക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രമീള ശശിധരൻ എന്ന് പറയുന്ന നഗരസഭാ ചെയർപേഴ്സണും ചില സ്വരങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ ഈ കൃഷ്ണദാസ് എന്നൊക്കെ പറയുന്ന ആളുകൾ വളരെ ജെന്യുവനായിട്ട് വളരെ പക്വമതിയായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒന്നും ഈ രീതിയിൽ സംസാരിക്കാറുമില്ല. പക്ഷേ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, ഈ രീതിയിലുള്ള ഇവരോടൊപ്പം നിന്നുകൊണ്ട് വളരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവരൊക്കെ സഹി കെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏതെല്ലാം രീതിയിൽ കേന്ദ്ര നേതൃത്വമാണ്, JP നദ്ദയാണ്, പ്രധാനമന്ത്രിയാണ്, അമിത്ഷായാണ് ഈ തീരുമാനങ്ങളുടെ എല്ലാം പിന്നിൽ നിന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ പാർട്ടിയിൽ ഇത്രയും കാലം ഒരുമിച്ച് ഇത്രയും കാലം പ്രവർത്തിച്ച് അവർക്കറിയാം ഈ പ്രധാനമന്ത്രി അമിത്ഷായും അതുപോലെ JP നദ്ദയൊന്നും അല്ല. ഇവിടുന്ന് പോകുന്ന ചില റിപ്പോർട്ടുകൾ, അത് RSS കൊടുക്കുന്ന റിപ്പോർട്ടായാലും
അതല്ല സംസ്ഥാന പ്രസിഡൻറ്റോ സംസ്ഥാന പ്രസിഡന്റിനോട് അടുത്ത് നിൽക്കുന്നവർ കൊടുക്കുന്ന റിപ്പോർട്ട്. ഏതായാലും അവർ മനസ്സിലാക്കുന്നത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കൃഷ്ണദാസ് ഈ സുരേന്ദ്രൻ പക്ഷവും കൃഷ്ണകുമാർ പക്ഷവും വീണ്ടും വീണ്ടും അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നു ശരി, നമുക്ക് നോക്കാം. നാളെ രാജിക്കത്ത് കൈമാറുമോ, നഗരസഭാ ഭരണത്തിൽ ഒരു മാറ്റമുണ്ടാകുമോ എന്നതൊക്കെ ഒരു കൃത്യമായ ഉത്തരം നാളെ കിട്ടുമെന്നാണ് കരുതുക. നാളെ ഒരു തീരുമാനം അവർ അറിയിക്കുമെന്ന് തന്നെയാണ് ഈ വിമതർ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ നന്ദി ശ്രീ AK നസീർ, ജോർജ് പൊടിപാറ, KP ശശികുമാർ, ശ്രീജിത്ത് പണിക്കർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.